ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കോൺജുഗേറ്റ് എലമെൻറ്റ്സ് അതുപോലെ കോൺജുഗേറ്റ് എലമെൻറ്റ്സ് യൂസ് ചെയ്തിട്ട് ഒരു ഐസോമോർഫിസം നമ്മൾ ഡിഫൈൻ ചെയ്തു. അങ്ങനെ കോൺജുഗേഷൻ, ഐസോമോർഫിസം തിയറം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കോൺജുഗേറ്റ് എലമെൻറ്റ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു റിസൾട്ട് തന്നെയാണ്. റിസൾട്ട് എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൽഫ എന്ന് പറയുന്നൊരു എലമെൻറ്റ് നമുക്ക് തരുന്നുണ്ട്. ആൽഫ എന്ന് പറയുന്ന എലമെൻറ്റ് ഓൾജിബ്രൈക് ഓവർ എ ഫീൽഡ് എഫ്. ഓൾജിബ്രൈക് ഓവർ എ ഫീൽഡ് എഫ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എവറി ഐസോമോർഫിസം സൈ, നമ്മൾ ഐസോമോർഫിസം സൈ ആയിട്ട് എടുക്കുന്നു. മാപ്പിംഗ് എഫ് ഓഫ് ആൽഫ, ആൽഫ എന്ന് പറയുന്ന ഓൾജിബ്രൈക് ഓവർ എഫ്. ദെൻ എവറി ഐസോമോർഫിസം from f of alpha to a subfield of f closure, algebraic closure of f. Every isomorphism psi mapping f of alpha onto a subfield of f closure. എങ്ങനെയുള്ള ഐസോമോർഫിസം മാപ്പിംഗ് psi of a equal to a for a belongs to f. Subfield f closure psi of a is equal to a for a belongs to f. ഇങ്ങനെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഐസോമോർഫിസം സൈയെ ആൽഫയെ, ഇപ്പോൾ സൈ ഓഫ് എ എന്ന് പറയുന്നത് എഫിലെ എലമെൻറ്റുകളെ അതിലോട്ട് തന്നെ മാപ്പ് ചെയ്യിക്കുന്നു. അങ്ങനെയുള്ള ഐസോമോർഫിസം ഈ ആൽഫ എന്ന് പറയുന്ന എലമെൻറ്റിനെ എങ്ങോട്ട് മാപ്പ് ചെയ്യിക്കും? ആൽഫ സൈ മാപ്സ് ആൽഫ onto its conjugate. അതിൻ്റെ കോൺജുഗേറ്റിലോട്ട് മാപ്പ് ചെയ്യിക്കും. കിട്ടിയോ? അതുപോലെ ഇതിന് കോൺവേഴ്സ് പാർട്ടും ഉണ്ട്. കോൺവേഴ്സ് പാർട്ട് എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൺവേഴ്സ് പാർട്ട് എന്തായിരിക്കും? ഇതിൻ്റെ കോൺവേഴ്സ് പാർട്ട് എന്തായിരിക്കും? നമ്മളൊരു കോൺജുഗേറ്റ് ഫോർ ഈച്ച് കോൺജുഗേറ്റ്, അത് നിങ്ങൾക്ക് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഫോർ ഈച്ച് കോൺജുഗേറ്റ് beta of alpha over f, for each conjugate beta of alpha over f there exists exactly one isomorphism such that isomorphism എവിടെ നിന്ന് വിളിക്കണം? f of alpha to subfield of f closure, such that isomorphism map alpha onto beta and psi of a എന്തായിരിക്കും? psi of a is equal to a for every a belongs to f. അല്ലേ? അപ്പോൾ ആദ്യമേ നമ്മൾക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? ആൽഫ ഓൾജിബ്രൈക്ക് ആണെങ്കിൽ ഇങ്ങനൊരു ഐസോമോർഫിസം ഉണ്ടെങ്കിൽ, എങ്ങനെയുള്ള ഐസോമോർഫിസം? എഫ് ഓഫ് ആൽഫയിൽ നിന്ന് എഫ് ക്ലോഷറിൻ്റെ സബ്ഫീൽഡിലോട്ടുള്ള ഐസോമോർഫിസം. അത് ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഐസോമോർഫിസമാണ്? കോൺസ്റ്റന്റ് പോളിനോമിയലുകളെ, അതായത് എഫിലെ എലമെൻറ്റ്സുകളെ അതിലോട്ട് തന്നെ മാപ്പ് ചെയ്യിക്കണം. അങ്ങനെയുള്ളൊരു ഐസോമോർഫിസം ഉണ്ടെങ്കിൽ ദാറ്റ് ഐസോമോർഫിസം മാപ്സ് ദിസ് ആൽഫ ടു ഇറ്റ്സ് കോൺജുഗേറ്റ്, അതിൻ്റെ കോൺജുഗേറ്റിലോട്ട് മാപ്പ് ചെയ്യിക്കും. കിട്ടിയോ? അപ്പോൾ ഞാൻ ആദ്യമേ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഇങ്ങനെയുള്ള ഈ രീതിയിലുള്ള മാപ്പിംഗ്, അതായത് ഇപ്പോൾ ഇവിടെ എഫിനോട് നമ്മൾ ആരെ ചേർത്ത് വെച്ചു? ആൽഫയെ ചേർത്ത് വെച്ചു. കിട്ടിയോ? അപ്പോൾ ഇവിടെ ഈ എന്താണ് ഫങ്ഷൻ അല്ലെങ്കിൽ ഈ മാപ്പിങ്ങിനെ തീരുമാനിക്കുന്നത് ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ മാപ്പിംഗ് ഈസ് കംപ്ലീറ്റ്ലി ഡിറ്റർമിൻഡ് ബൈ, എങ്ങനെയാണ് ഈ മാപ്പിംഗ് ഈസ്, ദിസ് സൈ ഈസ് കംപ്ലീറ്റ്ലി ഡിറ്റർമിൻഡ് ബൈ ഇറ്റ്സ് വാല്യൂസ് ഓൺ എഫ് ആൻഡ് ദി വാല്യൂ ഓഫ് ആൽഫ അണ്ടർ സൈ. അപ്പോൾ ഇവിടെ ഈ ഐസോമോർഫിസത്തിനെ നമുക്ക് എങ്ങനെയാണ് നമ്മളതിനെ ഡിഫൈൻ ചെയ്യുന്നത്? അപ്പോൾ ഇങ്ങനെ ഒരു ഡൊമെയിൻ തന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ മാപ്പിംഗ് ഡിഫൈൻ ചെയ്യുന്നത്, ദിസ് മാപ്പിംഗ് ഈസ് കംപ്ലീറ്റ്ലി ഡിറ്റർമിൻഡ് ബൈ ദി ഇമേജസ് ഓഫ് എലമെന്റ്സ് ഇൻ എഫ് അണ്ടർ സൈ ആൻഡ് ദി ഇമേജ് ഓഫ് ആൽഫ. കിട്ടിയോ? അപ്പോൾ അതാണ് ഈ മാപ്പിങ്ങിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിറ്റർമിൻ ചെയ്യുന്ന ആൾ. എഫിലെ എലമെൻറ്റുകളുടെ ഇമേജും ആൽഫയുടെ ഇമേജും, അതാണ് ഈ മാപ്പിങ്ങിനെ ഡിറ്റർമിൻ ചെയ്യുക. അപ്പം നമുക്ക് y ഈസ് ഈക്വൽ ടു
എഫ് ഓഫ് എക്സ് സം മാപ്പിംഗ് എങ്ങനെ പറയുന്നു? ആറിൽ നിന്ന് ഏതിലോട്ട് പോകുന്നു? എക്സ് സ്ക്വയർ ആണെന്ന് വിചാരിക്കുക. ആറിൽ നിന്ന് ആറിലോട്ട് തന്നെയുള്ള മാപ്പിംഗ് എക്സ് സ്ക്വയർ. അപ്പോൾ ഇവിടെ ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ രീതിയിലുള്ള ഫംഗ്ഷനാണ്. അതുപോലെ ഇവിടെ ഇങ്ങനെയുള്ള മാപ്പിങ്ങിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ സൈയുടെ വാല്യൂസ്, എങ്ങനെയുള്ള വാല്യൂസ്, എഫിലെ എലമെന്റ്സുകളെ സൈ എങ്ങനെ മാപ്പ് ചെയ്യിക്കുന്നു, അതും ആൽഫയുടെ ഇമേജ് അണ്ടർ സൈ, അതിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. കിട്ടിയോ? അപ്പോൾ മിക്കവാറും നമ്മളുടെ പ്രോബ്ലങ്ങളിൽ നമ്മളിപ്പോൾ ഐസോമോർഫിസം നിങ്ങളോട് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഇങ്ങനെ ഒരു ഫീൽഡ് തന്നു, ഇതിൽ നിന്ന് ചിലപ്പോൾ ഇതിലോട്ട് തന്നെ ഓട്ടോമോർഫിസം ആണെങ്കിൽ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ആളുകളെ നിങ്ങളിപ്പോൾ ഒരു ഐസോമോർഫിസം ഡിഫൈൻ ചെയ്തില്ലേ, ഐസോമോർഫിസത്തിന്റെ പ്രത്യേകത എന്താ? ക്യൂയിലെ ആളുകളെ, ഇപ്പോൾ സൈ എന്ന് പറയുന്നത് സൈ ഓഫ് എ ഈസ് ഈക്വൽ ടു എ ഫോർ എവറി എ ബിലോങ്സ് ടു ക്യൂ. അതുപോലെ ഈ രണ്ടാളുകളുടെ ഇമേജ് മാത്രം എഴുതിയാൽ മതി. സൈ ഓഫ് √2 എന്ന് പറയുമ്പോൾ അതിന്റെ √2 എങ്ങോട്ട് മാപ്പ് ചെയ്യണം? √2 എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇതിലെ എലമെന്റ്സിന്റെ ഫോം എന്താ? ഇതിലെ എലമെന്റ്സിന്റെ ഫോം എന്തായിരിക്കും? ലീനിയർ കോമ്പിനേഷൻ ഓഫ്, നിങ്ങളത് പഠിച്ചിട്ടുള്ളതാണ്. ആസ് എ വെക്ടർ സ്പേസ് ഓവർ ക്യൂ, വാട്ട് ഈസ് ദി ഡയമെൻഷൻ ഓഫ് ദിസ് ക്യൂ ഓഫ് √2, √3? 1, √2, √3, √6. അപ്പോൾ ഇതിൽ എലമെന്റ്സിന്റെ ഫോം എ പ്ലസ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് 1, √2, √3, √6 ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇതിലൊരു എലമെന്റിന്റെ ഫോം അല്ലേ? അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു, ഒരു ഐസോമോർഫിസം എന്ന് പറയുന്നത് നമ്മൾ ഈ രീതിയിൽ ഡിഫൈൻ ചെയ്യുമ്പോൾ എന്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു? വാല്യൂസ് ഓഫ് അല്ലെങ്കിൽ ഇമേജസ് ഓഫ് എലമെന്റ്സ് ഇൻ ക്യൂ അണ്ടർ ദിസ് മാപ്പിംഗ് ആൻഡ് ഓൾസോ ദി ഇമേജസ് ഓഫ് അഡീഷണൽ ആയിട്ട് വരുന്ന എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഈ √2, √3 ഇതിനോട് കൂടി ചേർക്കുമ്പോൾ ഇതിന്റെ കോമ്പിനേഷനും മറ്റുള്ള കാര്യം, കാരണം ഇതൊരു ഫീൽഡാണ്, എല്ലാം വരും. പക്ഷെ നമ്മൾക്ക് ഇവിടെ മാപ്പിംഗ് ഡിഫൈൻ ചെയ്യുമ്പോൾ എന്ത് മാത്രം നോക്കിയാൽ, ഇതിന്റെ ഇമേജ് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നോക്കൂ, എങ്ങനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാലാണ് ഇതൊരു ഐസോമോർഫിസ് ആവുക? കോൺജുഗേഷൻ ഐസോമോർഫിസം തിയറം പറയുന്നുണ്ട് അല്ലേ? √2 അതിന്റെ കോൺജുഗേറ്റിലോട്ട് തന്നെ ഇപ്പം ഇങ്ങനെ ഡിഫൈൻ ചെയ്യുക. ഇത് ഐഡന്റിറ്റി എടുക്കുന്നത് എപ്പോഴും എന്താണ്? ഒരു ഐസോമോർഫിസ് ആണ്. അത് അവിടെ നിൽക്കട്ടെ. ഐഡന്റിറ്റി കൂടാണ്ട് a പ്ലസ് ബി √2 സി √3 അതിന്റെ കോൺജുഗേറ്റിലോട്ട് കൊടുക്കുക. √3യുടെ കോൺജുഗേറ്റ് -√3. അപ്പോൾ √6 എങ്ങോട്ട് പോകും? √6 എന്ന് പറയുമ്പോൾ √3 ഇൻറ്റു √2 ആണ്. √3 എങ്ങോട്ടാണ് പോകുന്നത്? -√3യിലേക്ക്. അപ്പോൾ √6 -√6ലോട്ട് പോകും. ഇതൊരു മാപ്പിംഗ്. അപ്പോൾ ഇവിടെ √2നെ √2ലോട്ട് തന്നെ മാപ്പ് ചെയ്യിക്കുന്നു. ഇനി അടുത്ത മാപ്പ്, അതൊരു ഐസോമോർഫിസ് ആണ്. അതുപോലെ a വേണ്ട, a മൈനസ് ബി √2 പ്ലസ് സി √3 മൈനസ് ഡി √6. അപ്പോൾ ഇതൊരു ഐസോമോർഫിസ് ആണ്, ψ1. ഇതൊരു ψ2, ഇതൊരു ψ3 അല്ലേ? ഇത് ഐഡന്റിറ്റിയാണ്. അപ്പോൾ ഇതെല്ലാം ഇവിടെ ഐസോമോർഫിസംസ് ആണ്. ഇതിൽ നിന്ന് ഇതിലോട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്. ഇത് കൂടാണ്ട് എന്താ? ഇതിന്റെ കോമ്പോസിഷൻ ഓഫ് 2 ഐസോമോർഫിസം എടുത്തു കഴിഞ്ഞാൽ, ψ2 കോമ്പോസിഷൻ ψ3 എടുത്തു കഴിഞ്ഞാൽ അതും എന്തായിരിക്കും? ഒരു ഐസോമോർഫിസം ആയിരിക്കും അല്ലേ? അപ്പോൾ അതെങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? അതായത് √2 എങ്ങോട്ട് പോകുന്നു? -√2ലോട്ട്, √3 -√3ലോട്ട്. അപ്പോൾ ഇവിടെ പ്ലസ് വരും. a മൈനസ് ബി √2 മൈനസ് സി √3 പ്ലസ് ഡി √6 അല്ലേ? അപ്പോൾ ഇവിടെ ഐസോമോർഫിസംസ്, നിങ്ങൾക്ക് ഈ രീതിയിലുള്ള ഫീൽഡ് തന്നിട്ട് ഐസോമോർഫിസംസ് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഈ കോൺസ്റ്റന്റ് പോളിനോമിയൽസിനെ അതിലോട്ട് തന്നെ മാപ്പ് ചെയ്യിക്കുക. ബാക്കി ഇതിന്റെ കൂടെ ചേർത്തിട്ടുള്ള അഡീഷണൽ എലമെന്റുകളെ ഏത് രീതിയിൽ മാപ്പ് ചെയ്യിക്കണം? അതിന്റെ കോൺജുഗേറ്റിലോട്ട് മാപ്പ് ചെയ്യിക്കണം. എങ്കിലേ ഇതൊരു ഐസോമോർഫിസം ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ഐസോമോർഫിസത്തിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിറ്റർമിൻ ചെയ്യുന്നത് ഇറ്റ്സ് വാല്യൂ. ആ ഐസോമോർഫിസത്തിന്റെ വാല്യൂസ്, എവിടെയുള്ള വാല്യൂസ്? നിങ്ങൾ എടുക്കുന്ന ആ ഫീൽഡ്, അതുപോലെ ആ ഫീൽഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എലമെന്റ്സ് അഡീഷണലായി ആഡ് ചെയ്യുന്നതിന് മുൻപുള്ള ആള്, ആ ഫീൽഡിലെ എലമെന്റുകളുടെ ഇമേജ്, അതുപോലെ അഡീഷണലായി ആഡ് ചെയ്തിട്ട് ഫീൽഡ് വലുതാക്കിയല്ലോ, ആ അഡീഷണലായി ആഡ് ചെയ്ത ആളുടെ ഇമേജ് അണ്ടർ ψ. ഇത് രണ്ടും അറിയാമെങ്കിൽ ആ മാപ്പിങ്ങിനെ കുറിച്ച് നമുക്കെല്ലാം അറിയാം. അങ്ങനെയാണ് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ചതല്ല, നമ്മൾ പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്താ? ആൽഫ ഓൾജിബ്രൈക്ക് ഓവർ എഫ്
ആൻഡ് സൈ ഫ്രം എഫ് ഓഫ് ആൽഫ ടു എ സബ് ഫീൽഡ് ഓഫ് എഫ് ക്ലോഷർ ഒരു ഐസോമോർഫിസം ആണ്. എങ്ങനെയുള്ള ഐസോമോർഫിസം? കോൺസ്റ്റന്റ് പോളിനോമിയലുകളെ അതിലോട്ട് തന്നെ മാപ്പ് ചെയ്യിക്കുന്നു. അങ്ങനെയുള്ള ഒരു ഐസോമോർഫിസം ഉണ്ടെങ്കിൽ ആ ഐസോമോർഫിസം ആൽഫയെ അതിന്റെ കോൺജുഗേറ്റിലോട്ട് മാപ്പ് ചെയ്യിക്കും എന്നാണ് ആദ്യത്തെ പാർട്ട് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ പ്രൂവ് ചെയ്യും? ആൽഫ ഓൾജിബ്രേക്ക് ഓവർ എഫ് എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. ആൽഫ ഓൾജിബ്രേക്ക് ഓവർ എഫ് ആണെങ്കിൽ നമുക്ക് ഇറഡ്യൂസിബിൾ ആൽഫ ഓവർ എഫ് കൺസിഡർ ചെയ്യാം അല്ലേ? അപ്പോൾ ഇറഡ്യൂസിബിൾ ആൽഫ ഓവർ എഫ് എന്ന് പറയുന്നത് സം എ നോട്ട് പ്ലസ് എ വൺ എക്സ് പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ എക്സ് റേസ് ടു എൻ ആണെന്ന് വിചാരിക്കുക. അതൊരു മോണിക് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇറ്റ് ഈസ് യുണീക് മോണിക് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് മിനിമം ഡിഗ്രി. പക്ഷെ നിങ്ങൾക്ക് സംശയം തോന്നണ്ട, ഇവിടെ ഇത് മോണിക് അല്ലല്ലോ, എ എൻ എന്നൊക്കെ അല്ലേ വരുന്നത്. അപ്പം നമുക്കിത് ഫീൽഡിലെ കോയിഫിഷ്യൻസ് അല്ലേ വരുന്നത്. നമുക്ക് ഇതിനെ ഇവിടെ വണ്ണാക്കാനുള്ള പോസിബിലിറ്റി ഒക്കെ ഉണ്ട്, അല്ലെ? വണ്ണാക്കാനൊക്കെ കഴിയും. അപ്പം ജനറലായിട്ട് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്ത് ചെയ്താൽ മതി? ഇതിനെ വണ്ണാക്കാൻ എന്ത് ചെയ്താൽ മതി? എ എൻ വെച്ചിട്ട് എല്ലാവരെയും ഡിവൈഡ് ചെയ്താൽ മതി. ആ എലമെന്റ് വീണ്ടും ഫീൽഡ് ആയതുകൊണ്ട് അതിൽ തന്നെ കിടക്കും. അപ്പം നോക്കൂ, ഇറഡ്യൂസിബിൾ ആൽഫ ഓവർ എഫ് എന്ന് പറയുന്നത് എ നോട്ട് പ്ലസ് ഇതാണ്. അപ്പോൾ എ നോട്ട് പ്ലസ് എ വൺ ആൽഫ പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ ആൽഫ റേസ് ടു എൻ എന്തായിരിക്കും? അല്ലേ, 0 ആയിരിക്കും. ആണല്ലോ. ഇനി നമ്മൾക്ക് ഇവിടെ ഒരു മാപ്പിംഗ് തന്നിട്ടുണ്ടല്ലോ അല്ലേ? അതിവിടെ അപ്ലൈ ചെയ്യാം. ആ മാപ്പിങ്ങിന്റെ പ്രത്യേകത എന്താ? ഐസോമോർഫിസം ആണ് അല്ലേ? എഫിലെ ആളുകളെ അതിലോട്ട് തന്നെ മാപ്പ് ചെയ്യിക്കുന്നു, ബാക്കി ആൽഫയെ എങ്ങോട്ട് മാപ്പ് ചെയ്യിക്കുന്നു പറഞ്ഞിട്ടില്ല അല്ലേ? അപ്പൊ സൈ ഒരു ഐസോമോർഫിസം ആയതുകൊണ്ട് ഇമേജ് ഓഫ് 0 അണ്ടർ ദിസ് ഐസോമോർഫിസം, ഇമേജ് ഓഫ് ദി അഡിറ്റീവ് ഐഡന്റിറ്റി എന്തായിരിക്കും? അണ്ടർ ദിസ് സൈ ഐസോമോർഫിസം 0 തന്നെ ആയിരിക്കും അല്ലേ? അപ്പൊ ഇതെങ്ങനെ വരും? സൈ ഓഫ് എ നോട്ട് പ്ലസ് ഐസോമോർഫിസത്തിന്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക. അപ്പൊ സൈ ഓഫ് എ നോട്ട് പ്ലസ് സൈ ഓഫ് എ വൺ ഇൻറ്റു സൈ ഓഫ് ആൽഫ അങ്ങനെയൊക്കെ വരും അല്ലേ? പക്ഷെ സൈ എ നോട്ടിനെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? എ നോട്ടിലോട്ട് തന്നെ. എ വണ്ണിനെ എ വണ്ണിലോട്ട് തന്നെ. അപ്പൊ സൈ ഓഫ് ആൽഫ വരും അല്ലേ? പ്ലസ് എക്സെട്ര പ്ലസ് സൈ ഓഫ് എ എൻ. സൈ ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ? എ എൻ തന്നെ. സൈ ഓഫ് ആൽഫ ഹോൾ റേസ് ടു എൻ ഈക്വൽ ടു 0. കിട്ടിയോ? അപ്പൊ ഇനി നമുക്ക് നോക്കൂ, ഈ സൈ ഓഫ് ആൽഫ എന്ന് പറയുന്ന ആളെ നമ്മളൊരു ബീറ്റ ആയിട്ട് ജസ്റ്റ് ഒന്ന് റീനെയിം ചെയ്യാം. ഇത് എഫിലെ എലമെന്റ് തന്നെ, എഫ് ക്ലോഷറിലെ എലമെന്റ് ആണല്ലോ. അപ്പൊ അതിനെ നമ്മൾ ബീറ്റ എന്ന് റീനെയിം ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതെന്താ വരിക? എ നോട്ട് പ്ലസ് എ വൺ ബീറ്റ പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ ബീറ്റ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു 0 അല്ലേ? അപ്പൊ എന്ത് കിട്ടി? ബീറ്റ എന്ന് പറയുന്നത് ആരുടെ 0 ആണ്? ഈ പോളിനോമിയലിന്റെ 0 ആണ്. ഇത് എങ്ങനെയുള്ള പോളിനോമിയലാണ്? ഇറഡ്യൂസിബിൾ ഓവർ എഫ് ആണ് അല്ലേ? ഇറഡ്യൂസിബിൾ ഓവർ എഫ് ആണ്. ബീറ്റ ഇസ് എ 0 ഓഫ് ദിസ് പോളിനോമിയൽ ആൻഡ് ദിസ് ഇസ് ആൻ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓവർ എഫ്. സോ നമുക്ക് ഇറഡ്യൂസിബിൾ ബീറ്റ ഓവർ എഫ് എന്തായിട്ട് കിട്ടും? ഇറഡ്യൂസിബിൾ ബീറ്റ ഓവർ എഫ് എന്ന് പറയുന്നത് എ നോട്ട് പ്ലസ്, അതായത് ഇറഡ്യൂസിബിൾ ആൽഫ ഓവർ എഫ് കിട്ടും. അപ്പോൾ എന്ത് കിട്ടി? ഇങ്ങനെ ഡിഫൈൻ ചെയ്ത ബീറ്റ എന്താണ്? ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഫോർ ആൽഫയും ബീറ്റയും സെയിം ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് they are conjugate over f. So psi maps alpha to its conjugate. psi maps നോക്കൂ, psi എങ്ങോട്ടാ കൊണ്ടുപോകുന്ന? ആൽഫയെ ബീറ്റയിലോട്ട്. ബീറ്റ എന്ന് പറയുന്നത് എന്താ? ഇറഡ്യൂസിബിൾ ബീറ്റ ഓവർ എഫും ഇറഡ്യൂസിബിൾ ആൽഫ ഓവർ എഫും സെയിം ആണ്. സോ ബീറ്റ ഇസ് എ കോൺജുഗേറ്റ് ഓഫ് ആൽഫ. So if there exists an isomorphism from f of alpha to a subfield of f closure that maps the constant polynomial to itself, then that isomorphism maps alpha to its conjugate. അപ്പോൾ അതാണ് ആദ്യത്തെ പാർട്ട് പറയുന്നത്. ഇനി കോൺവേഴ്സ് പാർട്ട് എന്താ? ആൽഫയും ബീറ്റയും കോൺജുഗേറ്റ് ഓവർ എഫ് ആണെങ്കിൽ നമ്മൾക്ക് ഈ രീതിയിലൊരു ഐസോമോർഫിസം കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റണം. നമ്മൾ ഓൾറെഡി കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആരാണ്? കോൺജുഗേഷൻ ഐസോമോർഫിസം തിയറം യൂസ് ചെയ്തിട്ട് നമ്മളൊരു ഐസോമോർഫിസം ആൽഫയും ബീറ്റയും കോൺജുഗേറ്റ് ആണെങ്കിൽ സൈ ആൽഫ ബീറ്റ ഫ്രം എഫ് ഓഫ് ആൽഫ ടു എഫ് ഓഫ് ബീറ്റ നമ്മൾ ഓൾറെഡി കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ കോൺജുഗേഷൻ ഐസോമോർഫിസം തിയറം പ്രകാരം നമുക്കൊരു സൈ ആൽഫ ബീറ്റ ഉണ്ടാവും അല്ലേ? ഒരു ഐസോമോർഫിസം ഉണ്ടാവും. ദാറ്റ് ഐസോമോർഫിസം മാപ്സ് f of alpha to a subfield of f closure.
എന്തായിരിക്കും അതിൻ്റെ പ്രത്യേകത? ഈ ഐസോമോർഫിസത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? സൈ ആൽഫ ബീറ്റ ഓഫ് എ ഇസ് ഈക്വൽ ടു എ ഫോർ എ ബിലോങ്സ് ടു എഫ് അല്ലേ? അതുപോലെ സൈ ആൽഫ ബീറ്റ ഓഫ് ആൽഫ എന്തായിരുന്നു? ബീറ്റ അല്ലേ? അങ്ങനെയല്ലേ ഇത് ഡിഫൈൻ ചെയ്ത് നമ്മൾ കോൺജുഗേഷൻ ഐസോമോർഫിസം അതെല്ലാം പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ആണല്ലോ. പിന്നെന്താ പറയേണ്ടത്? ദർ ഈസ് എക്സാക്ട്ലി വൺ സച്ച് ഐസോമോർഫിസം എന്ന് പറയണം. എക്സാക്ട്ലി വൺ അല്ലേ ഉള്ളൂ, ഇതിൽ കൂടുതൽ ഉണ്ടാവുമോ? കാരണം ഞാൻ പറഞ്ഞു, ഒരു ഐസോമോർഫിസത്തിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്, ഇങ്ങനെ ഒരു ഡൊമൈൻ ആണ് തന്നിട്ടുള്ളതെങ്കിൽ ഇതിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ ഐസോമോർഫിസത്തിന്റെ സൈയുടെ വാല്യൂ ഓൺ എഫും ഓൺ ആൽഫയും അതാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി ആയിട്ട് നമുക്ക് കിട്ടുന്നത് അതാണ്. അപ്പോൾ ഇവിടെ നോക്കൂ, എന്ത് ചെയ്യുന്നു? എഫിലെ എലമെന്റുകളെ അതിലോട്ട് തന്നെ മാപ്പ് ചെയ്യുന്നു, അതുപോലെ ആൽഫയെ ബീറ്റയിലോട്ട്. അപ്പോൾ ഈ രീതിയിൽ ഒന്ന് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ, ഈ രീതിയിൽ ഒന്ന് മാത്രമല്ലേ നമ്മൾക്ക് ഉണ്ടാവുള്ളൂ. സോ ദർ ഈസ് എക്സാക്ട്ലി വൺ സച്ച് ഐസോമോർഫിസം അല്ലേ? ഇങ്ങനെ ഡിഫൈൻ ചെയ്യുമ്പോൾ ഇത് ആൽഫയെ ബീറ്റയിലോട്ടും ഇതിലോട്ടുമാണ് മാപ്പ് ചെയ്യുന്നത്. കിട്ടിയോ? അപ്പോൾ ഇതാണ്, ഈ രീതിയിൽ തന്നെയാണ് ഇതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുക. ഈ ഒരു ഐസോമോർഫിസത്തിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഐസോമോർഫിസത്തിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ആരാണ്? എഫിലെ എലമെന്റുകളുടെ ഇമേജും അതുപോലെ ആൽഫയുടെ ഇമേജുമാണ്. കിട്ടിയോ? കോൺജുഗേഷൻ ഐസോമോർഫിസം തിയറം വെച്ചിട്ട് ഒരു ഐസോമോർഫിസം ആവണമെങ്കിൽ ആൽഫ എന്ത് ചെയ്യണം? അതിന്റെ കോൺജുഗേറ്റിലോട്ട് മാപ്പ് ചെയ്യണം. കിട്ടിയോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് കോൺജുഗേഷൻ ഐസോമോർഫിസം തിയറത്തിന്റെ ഒരു ബന്ധപ്പെട്ട ഒരു കൊറോളറി ആയിട്ട് പറയാനുള്ളത്.